ഹലോ. അപ്പോൾ ദാ ഇന്ന് നമുക്കൊരു മീനച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് കേരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മീൻ കഷ്ണങ്ങളിലേക്ക് ആവശ്യമായ ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി ഒന്ന് മാറ്റി വയ്ക്കണം. പിന്നീട് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ദേ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇതൊന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ ഈ പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം. പിന്നീട് നമ്മൾ ബാക്കി ചെയ്യുന്നത് ഈ എണ്ണയിൽ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇഞ്ചിയും ചേർക്കുക. പിന്നീട് പച്ചമുളകും കൂടെ ചേർക്കണം. അങ്ങനെ ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഒട്ടും ജലാംശം പാടില്ല, പെട്ടെന്ന് അച്ചാർ കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ പൊടികളും കൂടെ ചേർക്കാം. അതിനായിട്ട് വേണ്ടത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. പിന്നീട് വിനാഗിരി ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കുക. അപ്പോൾ മീനച്ചാർ റെഡി.